അങ്ങനെ ഇലക്ഷൻ ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏപ്രിൽ 26. 27-ാം തീയതി നമുക്ക് ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ രണ്ടാമത്തെ ഘട്ടമുണ്ട്. ഏപ്രിൽ തുടക്കത്തിൽ നമുക്ക് ഫസ്റ്റ് ഘട്ടം വരുന്നുണ്ട്. അപ്പം ഇത് പരീക്ഷ മാറ്റി വയ്ക്കുമെന്നുള്ള വലിയൊരു ചോദ്യം എല്ലാവരും ചോദിക്കുന്നുണ്ട്. എല്ലാവരും ഇപ്പോൾ ആ ഒരു ചോദ്യത്തിൻ്റെ പുറകെയാണ്. പരീക്ഷ മാറ്റി വയ്ക്കുമോ അതോ ആ ഡേറ്റിൽ തന്നെ നടക്കുമോ എന്നൊക്കെയുള്ളൊരു കാര്യം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഇവിടെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടുന്ന റൈറ്റ് മൈൻഡ് സെറ്റ് എന്താണെന്നുള്ളതാണ് ഞാൻ ചർച്ച ചെയ്യുന്നത്. ഇപ്പം കുറേ ആൾക്കാർ ഇപ്പം യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഒക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. PSC എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ ഇറക്കിയോ അല്ലെങ്കിൽ പരീക്ഷ മാറ്റിവെക്കാൻ സാധ്യതയുണ്ടോ വിശകലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ഗ്രൂപ്പ് പരീക്ഷ മാറ്റിവെച്ചാലും ഇല്ലെങ്കിലും പഠിക്കും എന്നുള്ള തീരുമാനത്തിൽ കുത്തിയിരുന്ന് പഠിക്കുന്നവരാണ്. ഈ രണ്ടാമത്തെ ഗ്രൂപ്പാണ് കോമ്പറ്റീഷൻ പുഷ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ആദ്യത്തെ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരത് പറയേണ്ടുന്ന ഒരു കാര്യം, പരീക്ഷ മാറ്റിവെച്ചാലും ഇല്ലെങ്കിലും പരീക്ഷ നടക്കുമല്ലോ, പഠിച്ചല്ലേ പറ്റുള്ളൂ. നിങ്ങൾ രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെ ഭാഗമാവാൻ ശ്രമിക്കുക. ബിക്കോസ് ഇവർ കട്ട് ഓഫ് നന്നായിട്ട് കൂട്ടും, ഒരു സംശയം വേണ്ട. അവർ സമയം കളയാതെ ഇരുന്ന് പഠിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് 5-10 മിനിറ്റ് ഇതിൽ കളഞ്ഞോ കുഴപ്പമില്ല. ബട്ട് യു ഷുഡ് കം ബാക്ക് ടു സ്റ്റഡീസ്. പഠനത്തിലേക്ക് തിരിച്ചു വരണം. ഇനിയുള്ള ഒരു ദിവസം നിങ്ങൾ 2 മാർക്ക് അല്ലെങ്കിൽ 2.5 മാർക്ക് ടാർഗറ്റ് ചെയ്ത് പഠിക്കണം. പരീക്ഷ മാറ്റി വെക്കില്ല എന്നുള്ള രീതിയിൽ തന്നെ പഠിക്കാം. പരീക്ഷ മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ബോണസ് ദിവസങ്ങൾ കുറച്ച് കിട്ടും, കുറച്ചുകൂടി നന്നായി പ്രിപ്പയർ ചെയ്യാം. പക്ഷേ പരീക്ഷ മാറ്റി വെച്ചില്ലെങ്കിലോ, എന്തോ ആയിക്കോട്ടെ, പക്ഷെ നമ്മൾ പ്രിലിംസിൻ്റെ ഡേറ്റ് ഓൾറെഡി വന്നു കഴിഞ്ഞു. ആ ഡേറ്റ് ടാർഗറ്റ് ചെയ്ത് വെച്ച് തന്നെ പഠിക്കാം. ബിക്കോസ് അങ്ങനെ പഠിക്കുന്ന ഗ്രൂപ്പിൻ്റെ ഭാഗമായെങ്കിലേ നിങ്ങൾക്ക് പ്രിലിംസ് ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് ഡിഗ്രി ലെവലൊരു സ്വപ്ന ജോലിയാണ് LSD സെക്രട്ടറി SI എന്നൊക്കെ പറയുന്നത്. കട്ട് ഓഫ് നന്നായിട്ട് കൂടും കേട്ടോ. അപ്പം കട്ട് ഓഫ് കൂട്ടുന്ന ആൾക്കാരുടെ കൂട്ടത്തിലാണോ നിങ്ങളതോ ഈ രീതിയിൽ അനാവശ്യമായി സമയം കളയുന്ന കൂട്ടത്തിലാണോ എന്നുള്ളത് സ്വയം വിലയിരുത്തുക. അപ്പോൾ എങ്ങനെയാണ് ഇനി മുതൽ പഠിക്കേണ്ടത്? ഹോട്ട് ടോപ്പിക്സിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം നിങ്ങൾ കുറച്ച് ഒരു ഡിലേമ സിറ്റുവേഷനാണ്. ഇപ്പോൾ ഷേക്സ്പിയർ പറഞ്ഞതുപോലെ ടു ബി ഓർ നോട്ട് ടു ബി എന്നുള്ള അവസ്ഥയിലാണ് നിങ്ങൾ. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ വേണമെങ്കിൽ ചെയ്യാവുന്നൊരു കാര്യം, പഠിത്തം ചെറുതായിട്ടൊന്ന് കുറച്ചിട്ട് ചോദ്യപേപ്പറിൽ വർക്കൗട്ട് ചെയ്ത് തുടങ്ങാം. നമ്മൾ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ പുതിയ കാര്യങ്ങൾ നമുക്ക് അപ്രിഹെൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആ സമയം പാഴാക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണം, PSCയുടെ 2022-23 കാലഘട്ടങ്ങളിലെ ചോദ്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അത് ഡൗൺലോഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. അതിൻ്റെ കൂടെ UPSCയുടെ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. കാര്യം ചോദ്യങ്ങൾ അവിടെ നിന്ന് റിപ്പീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ പ്രാക്ടീസ് എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റിന് ഈ ഒരു സമയത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ബിക്കോസ് ഞാൻ പറഞ്ഞ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിൽ നമുക്ക് പുതിയ ടോപ്പിക് പഠിക്കുന്നതിനേക്കാളും പ്രൊഡക്ടിവിറ്റി കൂടുന്ന എപ്പോഴും പഠിച്ച കാര്യങ്ങൾ റിവിഷൻ നടത്തുമ്പോഴും പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ്. നമ്മുടെ തന്നെ കോഴ്സസ് ഇപ്പം യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ വിജയാഘോഷത്തിൻ്റെ ഭാഗമായി എല്ലാ കോഴ്സസിൻ്റെ ഫീസ് വെട്ടിക്കുറച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എക്സാം വരെ, എക്സാമിന് എന്നാണോ അതുവരെ ലൈവ് ക്ലാസ് കിട്ടുന്ന റിവിഷൻ ബാച്ചുകൾ ഇപ്പോൾ റണ്ണിങ് ആണ്. ടെസ്റ്റ് സീരീസ് റണ്ണിങ് ആണ്. 13 ഫുൾ ലെങ്ത് ടെസ്റ്റുകൾ ടെസ്റ്റ് സീരീസാണ് ഇപ്പോൾ റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും അഫോർഡബിൾ ആയിട്ട് റേറ്റ്സ് തന്നെ ഈ കോഴ്സെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. നിങ്ങളൊരു സ്ട്രക്ചേർഡ് ആയിട്ടൊരു ഷോർട്ട് കട്ടിൽ കൂടെ പഠിക്കുന്ന ഈ കോഴ്സിലേക്ക് വരാം. അതല്ല, നിങ്ങൾ സെൽഫ് പ്രിപ്പറേഷൻ നടത്തുന്ന വ്യക്തിയാണെങ്കിൽ PSCയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ മുൻകാല വർഷ ചോദ്യങ്ങളൊക്കെ കിട്ടും. ധാരാളം ടെലിഗ്രാം ചാനൽസ് ഉണ്ട്, അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം. കാര്യം ഈ ഒരു സമയത്ത് നമ്മുടെ മോട്ടിവേഷൻ കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. ഇതും എക്സാമിൽ ചെക്ക് ചെയ്യുന്നുണ്ട്. നല്ല ഒരു ബ്യൂറോക്രാറ്റിന് വേണ്ടത് ഒരു മോട്ടിവേഷനും വിൽ പവറും കൺസിസ്റ്റൻ്റായി കൊണ്ടുപോകാനുള്ള കഴിവാണ്. അപ്പോൾ ഇതുപോലൊരു പ്രതിസന്ധി നിങ്ങൾ ഔദ്യോഗിക ജീവിതത്തിൽ നേരിടും. അപ്പോൾ നിങ്ങൾ എങ്ങനെ ബിഹേവ് ചെയ്യും? അതുപോലെ ഇപ്പോഴേ ബിഹേവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ജോലിയിൽ കിട്ടിക്കഴിഞ്ഞിട്ടല്ല ഒരു ബ്യൂറോക്രാറ്റിക് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യേണ്ടത്. അതിന് മുമ്പ് തന്നെ ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി വേണം എക്സാം ഹോളിലേക്ക് കയറാൻ. അതുകൊണ്ട് തന്നെ നമുക്ക് 65ഓളം മാർക്ക് കിട്ടുന്ന ഏരിയാസ്, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, റീസണിങ്, IT, ആർട്ട് ആൻഡ് കൾച്ചർ, സ്പോർട്സ്, ലിറ്ററേച്ചർ 10 മാർക്കാണ് അവിടുന്ന്. അതൊക്കെ നന്നായിട്ട് പഠിക്കുക കേട്ടോ. കറണ്ട് അഫയേഴ്സ് പഠിച്ചു തുടങ്ങാത്ത ആൾക്കാർക്ക് കറണ്ട് അഫയേഴ്സ് കവർ ചെയ്യാനുള്ള സമയമുണ്ട്. നമ്മുടെ ചാനലിൽ ഇപ്പോൾ നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു കത്ത് നിൽക്കുന്ന കറണ്ട് അഫയേഴ്സിന് ഒരു സീരീസും ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് അതുവഴി കിട്ടുകയും ചെയ്യും. അപ്പോൾ എന്തായാലും ഒറ്റയ്ക്കാണെന്നൊരു ചിന്ത വേണ്ട. ടെലിഗ്രാം ഫാമിലിയിലേക്ക് വരിക. ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ടെലിഗ്രാം ഫാമിലിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളെപ്പോലെ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന കുറേ ആൾക്കാർ കാണും. പക്ഷേ കൺഫ്യൂഷനൊക്കെ മാറ്റി വെച്ചിട്ട് പഠനത്തിലേക്ക് പോകാനുള്ള ഒരു ഇൻസ്പിറേഷൻ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുമെന്നുള്ള കാര്യം ഞാൻ ഉറപ്പ് തരാം. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എക്സാം മാറ്റി വെച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, അപ്പോൾ എന്തായിരിക്കും അവസ്ഥ? ആൾക്കാർക്ക് പഠിക്കാൻ കൂടുതൽ സമയം കിട്ടുകയാണ്. സ്വാഭാവികമായും കട്ട് ഓഫും കോമ്പറ്റീഷനും കൂടും. അപ്പം ഈ ഒരു കാര്യത്തിൽ തീരുമാനമായിട്ട് പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? പക്ഷേ ഇപ്പോഴേ പഠിച്ച് പോകുന്ന ഒരു മൊമെൻറ്റത്തിൽ മുന്നോട്ട് പോവുക. എനിക്കറിയാം, കാര്യം ഞാനും ഒരു കാലഘട്ടത്തിൽ വിദ്യാർത്ഥിയായിരുന്നു, ഇപ്പോഴും ഒരു വിദ്യാർത്ഥിയാണ്, സ്റ്റിൽ ലേണിംഗ് ലോട്ട് ഓഫ് തിങ്സ്. അപ്പോൾ ഇതുപോലൊരു ന്യൂസ് വരുമ്പോൾ അത് നമ്മുടെ പഠനത്തെ എത്രത്തോളം മോശമായിട്ട് ബാധിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് നമ്മളെ ഒരു പരിധിയിൽ കൂടുതൽ ബാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാവിയിലേക്കുള്ളൊരു ഗോൾഡൻ ടിക്കറ്റ് ആയിരിക്കാം നിങ്ങൾക്ക് ഒരുപക്ഷെ മിസ്സാവുന്നത്.
പരീക്ഷ മാറ്റി വയ്ക്കില്ല എന്നുള്ള ആ മൈൻഡ് സെറ്റിൽ പഠിക്കുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിലുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. പരീക്ഷ മാറ്റി വയ്ക്കുകയാണെങ്കിൽ അതൊരു ബോണസ്, നമുക്ക് കുറച്ച് സമയം കൊണ്ട് എക്സ്ട്രാ കിട്ടും, റിവിഷന് കുറച്ച് സമയം കൊണ്ട് എക്സ്ട്രാ കിട്ടും. എന്തായാലും നിങ്ങൾ ഇനി മുതലുള്ള ദിവസങ്ങൾ ശ്രമിക്കേണ്ടത് ആ ട്രയാങ്കിളിൻ്റെ ഉള്ളിലേക്ക് നിങ്ങളെ തന്നെ തള്ളിയിടാനാണ്. എന്താണ് നമ്മുടെ ട്രയാങ്കിൾ? കാര്യം ടോപ്പേഴ്സ് ഫോളോ ചെയ്യുന്ന ഫിലോസഫിയാണ് ട്രയാങ്കിൾ ഫിലോസഫി. പഠിക്കുക, പഠിച്ചത് റിവിഷൻ നടത്തുക, ഇത് ടെസ്റ്റിൽ കൂടെ പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ LSTSൻ്റെ ട്രയാങ്കിൾ ബാച്ച് നിങ്ങൾക്ക് ഇപ്പോഴും ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ ജോയിൻ ചെയ്യാൻ അവസരമുണ്ട്. അതല്ലെങ്കിലും നമുക്ക് ധാരാളം ഫ്രീ സോഴ്സ് ഇവിടെ ഒക്കെ അവൈലബിൾ ആണ്. എന്ത് ചെയ്തിട്ടാണെങ്കിലും സമയം ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ പഠനത്തിലേക്ക് ദയവായി തിരിച്ചു പോവുക. ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ കൂട്ടത്തിൽ ചില ആൾക്കാർ കാണും, അവർ നന്നായിട്ട് പഠിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ അവർ ഈ വാർത്ത പറഞ്ഞ് നിങ്ങളെ പഠിത്തത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും. ഓക്കെ എടാ അല്ലെങ്കിൽ എടി പരീക്ഷ മാറ്റി വയ്ക്കും കേട്ടോ, നമുക്ക് കുറച്ച് ദിവസം കൊണ്ട് കിട്ടും കേട്ടോ എന്നൊക്കെ പറയും. ഇതിൻ്റെ അവർ പോയിരുന്ന് പഠിക്കും. അതുപോലുള്ള ആൾക്കാരെ ഞാൻ സ്ഥിരം കാണുന്നതാണ്. പക്ഷെ അവർ പഠിക്കും, ബാക്കിയുള്ളവരുടെ പഠിക്കാനുള്ള മോട്ടിവേഷൻ അവർ ചോർത്തിക്കളയും. ആ ട്രാപ്പിൽ ചെന്ന് വീണ് പോകരുത്. നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്തിനെ നിങ്ങൾക്ക് ഈ ഒരു സന്ദർഭത്തിൽ തിരിച്ചറിയാൻ സാധിക്കും. പക്ഷേ ഇവിടെ നിങ്ങളുടെ ഒരു സുഹൃത്ത് ഉണ്ടായിരിക്കും, പഠിക്കുക എന്ന് പറയുന്ന സുഹൃത്ത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. പരീക്ഷ മാറ്റി വെച്ചാലും പഠിക്കുന്ന ഒരു സുഹൃത്തുണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ വാക്ക് മാത്രം കേൾക്കുക. എന്തായാലും നിങ്ങൾ തീരുമാനം എടുക്കുന്നതിന് മുമ്പ്, ഈ പഠനത്തിൽ ഉഴപ്പുന്നതിന് മുമ്പ് നിങ്ങളുടെ വീട്ടുകാരുടെ ഒരു ചിത്രം മനസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അവരുടെ സ്വപ്നമാണ് നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത്. ഇതിനുള്ള 2-3 ദിവസം ഇത് ആലോചിച്ച് സമയം കളഞ്ഞു കഴിഞ്ഞാൽ, പ്രൊഡക്ടിവിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പരീക്ഷിക്കേണ്ട 1/2 മാർക്ക് 1 മാർക്കും എങ്കിലും കുറയും. നമ്മൾ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൽ കണ്ടതാണ്, 1 മാർക്ക് അല്ലെങ്കിൽ 1/2 മാർക്കിൻ്റെ പേരിൽ എത്രത്തോളം റാങ്കാണ് മാറിയിട്ടുള്ളത്. കോമ്പറ്റീഷൻ ഡിഫിക്കൽട്ടായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ അച്ചടക്കത്തോടുകൂടി പഠിക്കുന്ന എല്ലാവരും രക്ഷപ്പെടും കേട്ടോ. ഈ രീതിയിൽ ഒരു മെൻറ്റൽ സ്റ്റാമിന, കറക്റ്റ് മൈൻഡ് സെറ്റോടുകൂടി പഠിക്കുന്ന എല്ലാവരും രക്ഷപ്പെടും. നിങ്ങൾ ആ കാറ്റഗറിയിലേക്ക് വരിക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് നിങ്ങൾ തരുന്ന ഉറപ്പ് പഠിക്കുകയാണ് എന്നുള്ളത് നിങ്ങളുടെ വാക്കാണ്. കമൻറ്റ് സെക്ഷനിൽ അഫേം ചെയ്യാം, ഞാൻ പഠിക്കുക തന്നെയാണെന്നുള്ളത്. താങ്ക് യു.